മഹാന്മാര് പറഞ്ഞു, മനുഷ്യ നോമ്പ് തുറപ്പിക്കുന്ന പരിപ്രവണത വേണം. മറ്റുള്ളവരെ വീട്ടിലൊക്കെ പോയിട്ട് നോമ്പ് തുറക്കാൻ പോകുന്ന ഭയങ്കര ഉഷാറാണ്. അതാണ് നോമ്പ് എന്റെ വീട്ടില നോമ്പ് തുറപ്പാട്ടെ, എന്റെ ആരെ കണക്കില്ല നോമ്പ് തുറപ്പാട്ടെ. പള്ളിയില് എന്റെ പള്ളിയിൽ ബിരിയാണി ഉണ്ടാല. അപ്പൊ ഉമ്മ വേഗ മക്കളെ കടത്തരെ പോല പള്ളി പോല എന്റെ ഔത്തിൽ നിക്കണ്ട നോമ്പ് തുറക്കോ. എന്താ കാരണം പള്ളിയിൽ ബിരിയാണി ഉണ്ട്, വേപ്പോ ഉത്തര കണ്ടെങ്കിൽ ബിരിയാണി പള്ളി പരിസരത്തിൽ ആക്കണതില്ല കമ്മണ പണ്ട്. അപ്പൊ പിന്നെ വേപ്പൂർല. അങ്ങനെ നോമ്പ് തുറക്കാൻ മാത്രം പോയാ പോരാ, നോമ്പ് തുറപ്പിക്കാനും പോകണം. അള്ളാഹു ഭാഗ്യം തരും. ചില മനുഷ്യന്മാർ അങ്ങനെ ഉണ്ടാവും, എല്ലാ നോമ്പിനും തുറക്കാൻ പോകും, നോമ്പ് തുറക്കാൻ പോകും. പക്ഷേ ഒരാളെയും നോമ്പ് തുറപ്പിക്കൂല. അങ്ങനെ ആകാൻ പാടില്ല. റമദാനിൽ നോമ്പ് തുറപ്പിക്കണം. ഒരു ദിവസമെങ്കിലും എന്റെ വകയിൽ നോമ്പ് തുറപ്പിക്കലുണ്ടാകണം. അത് ചിലപ്പോ വീട്ടിലേക്ക് ആളുകളെ വിളിച്ചിട്ടാണോ, അങ്ങനെ അല്ല വീട്ടിൽ സൗകര്യക്കുറവുണ്ടോ, പള്ളിയിൽ എല്ലാ ദിവസവും നോമ്പ് തുറപ്പിക്കലുണ്ടാവും. അപ്പൊ ഒരു ദിവസം നന്റെ കണക്കിൽ ഒരു 4 നോമ്പ് തുറപ്പാട്ടെ, നന്റെ മറിച്ച വാപ്പയുടെ പേരിൽ അല്ലെ മറിച്ച ഉമ്മയുടെ പേര്, അങ്ങനെ അതാകണ്ട. അങ്ങനെ നോമ്പ് തുറപ്പിക്കാം. അത് വളരെ പ്രധാനമാണ്. അത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് തീരുമാനിക്കണം. എന്താ കാരണമാണ് അവന്റെ പാപം അല്ലാഹു തആല പുറത്തു തരും. നരകത്തിൽ നിന്ന് ഈ നോമ്പ് തുറപ്പിച്ചത് കാരണം അല്ലാഹു തആല അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കൂ. അത് മാത്രമല്ല ജനങ്ങളെ, വകാന ലഹു മിത്ലു അജ്രിഹി, നോമ്പ് നോക്കിയതിന്റെ പ്രതിഫലം, നോമ്പ് തുറപ്പിച്ച ആൾക്ക് മറ്റൊരു നോമ്പും കൂടി നോക്കിയതിന്റെ പ്രതിഫലം കിട്ടും. ആ നോമ്പ് തുറപ്പിക്കപ്പെട്ടവന്റെ പ്രതിഫലം ഒരൊട്ടും കുറയാതെ ആ നോമ്പുകാരന്റെ പ്രതിഫലം കൂടി നോമ്പ് തുറപ്പിച്ചവന് കിട്ടും. ഇങ്ങനെ നോമ്പ് തുറപ്പിക്കുന്ന മഹത്വം ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞപ്പോ, സ്വഹാബത്തിന്റെ കൂട്ടത്തില് സാമ്പത്തിക ശേഷിയുള്ള സ്വഹാബത്തും ഉണ്ട്, സാമ്പത്തിക ശേഷി കുറവുള്ള സ്വഹാബത്തും ഉണ്ട്. അപ്പൊ സാമ്പത്തിക ശേഷി കുറവുള്ള സ്വഹാബത്ത് എണീറ്റ് നിന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ലൈസ കുല്ലുനാ നജിദു മാ നുഫത്തിറു ബിഹി സ്വായിം, ഞങ്ങൾക്കെല്ലാവർക്കും ബിരിയാണി കൊടുക്കാൻ കഴിവില്ലല്ലോ നബിയേ, ഞങ്ങൾക്കെല്ലാവർക്കും പൊരിച്ചതുണ്ടാക്കി കൊടുക്കാൻ കഴിവില്ലല്ലോ നബിയേ, നല്ല ഗംഭീരമായി നോമ്പ് തുറപ്പിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും കഴിവില്ലല്ലോ നബിയേ, ഞങ്ങളെ കൂട്ടത്തിലെ പാവങ്ങളുണ്ടല്ലോ നബിയേ, സാധുക്കളുണ്ടല്ലോ നബിയേ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ ബേജാറാവണ്ട, പൈസക്കാര് മാത്രം നോമ്പ് തുറപ്പിക്ക, അങ്ങനൊന്നും നിങ്ങൾ കരുതണ്ട, നിങ്ങൾ ആരും ബേജാറാവണ്ട. ഇതേ കൂലി ബിരിയാണി കൊടുത്തവനക്ക് മാത്രമല്ല, കോഴി പൊരിച്ചു കൊടുത്തവന് മാത്രമല്ല, ഇതേ പ്രതിഫലം അല്ലാഹു തആല കൊടുക്കും. ആർക്ക്? ഒരു ഗ്ലാസ് പാല് കൊണ്ടിട്ട് നോമ്പ് തുറപ്പിച്ചവനും ഇതേ പ്രതിഫലം അല്ലാഹു കൊടുക്കും എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെയാണ്. ഏത് പ്രതിഫലം? 1 പാപം പുറത്തു കിട്ടും, 2 നരകത്തിൽ നിന്ന് മോചനം ലഭിക്കും, 3 നോമ്പ് പിടിച്ചവന്റെ പ്രതിഫലവും കൂടി കിട്ടും. ഇനി ബിരിയാണി തന്നെ കൊടുക്കണമെന്നില്ല, പിന്നെയോ നാസ്ത തന്നെ കൊടുക്കണമെന്നില്ല, ഒരു ഗ്ലാസ് പാല് കുടിപ്പിച്ചാലും ശരി നോമ്പ് തുറപ്പിക്കുക. അല്ല പാലെന്നെ വേണമെന്നില്ല, കാരക്ക കൊടുത്താലും മതി. എന്റെ വകയിൽ ഇന്ന് നോമ്പ് തുറപ്പിക്കാൻ കാരക്ക, എല്ലാം കൊടുക്കാൻ കഴിഞ്ഞോണമെന്നില്ല, കാരക്ക എന്റെ വകയിൽ, അൽഹംദുലില്ലാഹ്, അതിനും കിട്ടും ഈ പ്രതിഫലം. ഇനി അതുമില്ല, ഒരാൾ വീട്ടിൽ നിന്ന് വെള്ളം എടുത്ത് വന്നിട്ട് കൊടുത്തു, നന്റെ കണക്കിലുണ്ട് തണ്ണി. ഏത് തണ്ണി? ജ്യൂസല്ല, പച്ചവെള്ളം. എന്നാലും അയാളെ പിടുത്തത്തിലുള്ള വെള്ളം കൊണ്ടുവന്നിട്ട് കൊടുത്തോ നോമ്പ് തുറപ്പിക്കാൻ, അയാൾക്കും കിട്ടും ഇതേ പ്രതിഫലം. അപ്പൊ പിന്നെ ഏറ്റ വ്യത്യാസം ഉണ്ടാവും. ഇനിയിപ്പോ ബിരിയാണിയും കൂടി കൊടുക്കുന്നവൻ അപ്പൊ എന്നാ പാലേ കൊടുക്കട്ടെ, വെറുതെ ബിരിയാണി കൊടുക്കട്ടെ, രണ്ടാൾക്കും ഇതേ കൂലി കിട്ടുന്നുണ്ടെങ്കിൽ ആ കൂലിയുടെ കണക്കിൽ വ്യത്യാസം. ലൈറ്റ് ചൊല്ലുമ്പോ ലൈറ്റ് പവറിൽ വ്യത്യാസമില്ലേ? രണ്ടും ബെൽച്ചമേ, ചില ബെൽച്ച നല്ല പവറിക്കിട്, ചില ബെൽച്ച അത്ര പവറിക്കില്ല, അങ്ങനെയൊക്കെ. അപ്പൊ അതുകൊണ്ട് ബിരിയാണി കൊടുത്തിട്ട് നോമ്പ് തുറപ്പിക്കുക, നാസ്ത കൊടുത്തിട്ട് നോമ്പ് തുറപ്പിക്കാനൊക്കെ നിയത്ത് ചെയ്ത ആള് ഇന്നത്തെ വേദം കൂടി കേട്ടിട്ട് അപ്പൊ ഞങ്ങൾ കാലി പാലിലെ ഒതുക്ക, ചെലവും കുറടിയാവും. പിന്നെ പറ്റലുബ്ധനാണെങ്കിലും പറയും തന്നി കുടിപ്പാട്ടി എങ്ങും മെയ്യാവൂലടി, അപ്പൊ അതുകൊണ്ട് നന്റെ ഉത്തരപ്പെടെ തന്നി തുറക്കുന്ന കത്തിൽ തന്നി കൊണ്ടുപോയിട്ട് കൊടുക്കട്ടെ നോമ്പ് തുറപ്പട്ടെ. അത് പറ്റൂല. ഇതൊന്നും കഴിവില്ലാത്തവൻ
അങ്ങനെയെങ്കിലും ചെയ്താൽ അവന് കിട്ടും ആ പ്രതിഫലം. ഹാദാ സവാബ്, ഈ പ്രതിഫലം അവന് കിട്ടും എന്ന് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നാൽ നല്ല വയറ് നിറച്ചിട്ട് കൊടുത്താലോ, ചില സ്ഥലത്ത് നോമ്പ് തുറക്കാൻ പോയാൽ എന്ത്രല്ല ഇന്തില്ല ഇല്ലാണ്ടില്ല, അങ്ങനെയാ പറയാ. എന്ത്രല്ല ഇന്തില്ല. സാമാന്യമായിട്ട് മാപ്പിളമാർ നോമ്പ് തുറക്ക പോയെങ്കിൽ വാപ്പാസ് ഔത്തു വന്നെങ്കിൽ പെഞ്ഞമാർ കേൾക്കണ്ടൊന്നുണ്ട്. എന്തരല്ല ഇന്തിന്റെ നോമ്പ് തുറക്കും. എന്താ കാരണം അയിമ ആക്കിയതര കാണ്ടി ഗഡ് അവിടെ ഉണ്ടാ, അല്ല അവിടെ ഇന്നതര കാണ്ടി ഗഡ് ഇവിടെ ഉണ്ടാ. അപ്പൊ അയാൾ ചൊല്ലത് മിത്തു തെല്ല് ലെവൽ കൊറടി ആയി പോയെങ്കിൽ നിങ്ങൾ കൂടെ മെത്തി തുറന്നിറാൻ തല്ലേ, പിന്നെന്തിക്ക് അവിടെ പോയേ. അങ്ങനെ അതുകൊണ്ട് ചില സ്ഥലത്ത് പോയാൽ നല്ല ഗംഭീരമായ നോമ്പ് തുറക്കലുണ്ടാവും, നല്ല ഉഷാരൻ ഉഗ്രം നോമ്പ് തുറക്കും. അത് വേണം. അങ്ങനെ തുറപ്പിച്ചാലോ, അല്ല ഉസ്താദെ നിങ്ങമേലെ ചൊല്ലിന്റെ കണക്കിനാണ്ട് ആരെ തിന്നോ തീറാണ്ട് അത് വേറെ വിഷയ. ഞങ്ങൾ ആക്കിടത് ചന്തത്തിലാക്കണം. എല്ലാവരും തെൽത്തിൽ തിന്നിട്ട് ആക്കിടത് ചമ്മ ഐറ്റംസും ഒരാൾക്ക് 5, 10 അങ്ങനെ ആക്കണ്ട. ഒരാൾക്ക് ഒന്നൊന്ന് കിട്ടുന്ന രൂപത്തിലുണ്ടായെങ്കിൽ ആക്കിടതെല്ലാം ആക്കണം. എങ്കിൽ അങ്ങനെ വയറ് നിറയെ നോമ്പ് തുറപ്പിച്ചാൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, സഖാഉല്ലാഹു മിൻ ഹൗലി, എന്റെ ഹൗദുൽ കൗസറിൽ നിന്ന് അല്ലാഹു തആല അവനെ കുടിപ്പിക്കും കേട്ടോ. ആ എന്റെ ഹൗദുൽ കൗസറിൽ നിന്ന് അവന് കുടിച്ചാൽ ലാ യദ്മഉ ഹത്താ യദ്ഖുലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ കടക്കുന്നത് വരെ അവന് ദാഹമുണ്ടാകൂല. ഇത് പഠിപ്പിച്ച നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയാണ്, മൻ ഫത്തറ സ്വായിമൻ ഫീ ശഹരി റമളാന മിൻ കസ്ബിൻ ഹലാൽ, ഹലാലായ സമ്പാദ്യം കൊണ്ട് നോമ്പുകാരന് നോമ്പ് തുറപ്പിച്ചാൽ നിങ്ങളെ ഹറാമിന്റെ പൈസ കൊണ്ട് നോമ്പ് തുറപ്പിക്കാൻ പോകണ്ട. സമ്പാദ്യം ഹലാലാകണം. ഹറാം സമ്പാദിച്ചിട്ട് ഒരാളെയും നോമ്പ് തുറപ്പിക്കാൻ പോകണ്ട. ആരാരെയും മനസ്സ് വേദനിപ്പിച്ച് ആരാന്റെ പൈസ ആക്രമിച്ചെടുത്ത് കട്ടെടുത്ത് തട്ടിപ്പുണ്ടാക്കിയിട്ട് പലരിൽ നിന്നും പൈസ വാങ്ങിയിട്ട് ബിസിനസിനാണെന്നും പറഞ്ഞിട്ട് മുങ്ങിപ്പോകുന്ന ആളുകളില്ലേ. എന്നിട്ടോ വീട്ടിൽ ഗംഭീരമായ നോമ്പ് തുറയാണ്. തങ്ങന്മാരെ വിളിക്കുന്നു, അലിമീങ്ങളെ വിളിക്കുന്നു, മുത്തലിമീങ്ങളെ വിളിക്കുന്നു, സാധാരണ ജനങ്ങളെയും വിളിക്കുന്നു. അങ്ങനെ വിളിച്ചിട്ടൊരു നോമ്പ് തുറപ്പിക്കൽ പോകണ്ട. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് തന്നെ, ഹലാലായ സമ്പത്തുണ്ടോ ജനങ്ങള്, ആ ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് നോമ്പ് തുറപ്പിച്ചാൽ സ്വല്ലത്ത് അലൈഹിൽ മലായികത്തു ലയാലിയ റമളാൻ, റമളാനിലെ എല്ലാ രാത്രികളിലും ആ മനുഷ്യന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ്. റമളാനിലെ എല്ലാ രാത്രികളിലും ആ മനുഷ്യന് വേണ്ടി അതേ മലക്കുകൾ പ്രാർത്ഥിക്കുന്നു. മലക്കുകൾ പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രമല്ല, വസ്വാഫഹു ജിബ്രീലു അലൈഹിസ്സലാം ലൈലത്തുൽ ഖദ്രി, ലൈലത്തുൽ ഖദ്രിന്റെ രാവുണ്ടല്ലോ, ആ രാവ് ഏതാണെന്ന് ഞങ്ങൾക്കറിയില്ലെങ്കിലോ ജിബ്രീൽ അലൈഹിസ്സലാം അന്നത്തെ രാവിൽ അതേ റമളാനിൽ നോമ്പ് തുറപ്പിച്ച മനുഷ്യന് അതാ കൈമുസാഫഹത്ത് ചെയ്യുന്നു. അങ്ങനെ റമളാനിൽ ലൈലത്തുൽ ഖദ്രിൽ ജിബ്രീൽ അലൈഹിസ്സലാം കൈ മുസാഫഹത്ത് ചെയ്യണമെങ്കിൽ നോമ്പ് തുറപ്പിക്കണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. നമ്മൾ എത്ര ആളുകളെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്തിട്ടുണ്ട്. ആഗ്രഹമില്ലേ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. അതിനെന്ത് ചെയ്യണം? റമളാനിൽ ഒരു നോമ്പ് തുറപ്പിക്കൽ നമ്മളെ വകയിൽ വേണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഇപ്രാവശ്യം ഞങ്ങളെ മുത്താലിമീങ്ങൾ റമളാനിൽ ഇവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ആർക്കെങ്കിലും മുത്താലിമീങ്ങൾക്ക് നോമ്പ് തുറപ്പിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം നിങ്ങൾക്ക് ചാൻസ് തരും. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മുസാഫഹത്ത് ലഭിക്കും. മുത്താലിമീങ്ങൾക്ക് മാത്രമല്ല, അങ്ങനെ മുത്താലിമീങ്ങൾക്ക് മാത്രമല്ല, പിന്നെ ആരെ നോമ്പ് തുറപ്പിച്ചാലും ഹലാലായ സമ്പത്താകണം. ആരാനെയും ആക്രമിച്ചിട്ടും ലൂട്ടിയിട്ടും അങ്ങനെ ആകാൻ പറ്റില്ല. പറ്റിച്ചിട്ടുള്ള പൈസ അല്ല, ഹലാലായ സമ്പാദ്യമാണോ എന്ന് നോമ്പ് തുറപ്പിച്ചാൽ ജിബ്രീൽ അലൈഹിസ്സലാം ലൈലത്തുൽ ഖദ്രിന്റെ രാവിൽ മുസാഫഹത്ത് ചെയ്യും.
അല്ല ഉസ്താദ് അതിപ്പോ നമുക്ക് ഗൊന്തവിടെ എങ്ങനെ ഉസ്താദ് ജിബ്രീൽ അലൈഹിസ്സലാം മുസാഫത്ത് ആക്കി നിങ്ങൾക്ക് അടിച്ച് കൈ പിടിച്ച് മുസാഫത്ത് ആക്കി നമുക്ക് ഗൊന്തവിടെ നിങ്ങൾ ആക്കിറാറ് തങ്ങ ആക്കി എങ്ങൊന്തവിടെ തങ്ങ ആക്കിറ് അങ്ങനല്ലേ റജബാക്ക മുസാഫത്ത് ആക്കി എങ്ങൊന്തവിടെ റജബാക്ക ആക്കിത്ത് അപ്പൊ അതേ സമയത്ത് ഞങ്ങൾക്ക് എങ്ങനെ ഗൊന്തവിടെ ജിബ്രീൽ അലൈഹിസ്സലാം കൈ പിടിച്ച് മുസാഫത്ത് ആക്കിറുണ്ട്. അവിടെ തന്നെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാം കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്തിട്ടുണ്ടെന്നതിനൊരു അടയാളമുണ്ട് ജനങ്ങളെ. ലൈലത്തുൽ ഖദറിൽ നിങ്ങൾ റമദാനിൽ നോമ്പ് തുറപ്പിച്ചതുകൊണ്ട് ലൈലത്തുൽ ഖദറിൽ ജിബ്രീൽ അലൈഹിസ്സലാം നിങ്ങളെ മുസാഫഹത്ത് ചെയ്തതിനുള്ള ഒരു അടയാളമുണ്ട്. അതെന്താണ് അടയാളം? യരിഖു ഖൽബുഹു, അവന്റെ ഖൽബ് നല്ല സോഫ്റ്റ് ആയി പോകൂ. റമളാന് കഴിഞ്ഞാൽ അവന്റെ ഖൽബ് നല്ല ലോലമായി പോകൂ. കട്ടിയുള്ള മനസ്സ് മാറിപ്പോകൂ. ഖൽബ് നല്ല ലോലമാകൂ. ഒരാളോടും അവനൊരു പകയുണ്ടാകൂല, ഒരാളോടും അവനൊരു വൈരാഗ്യമുണ്ടാകൂല, ഒരാളോടും അവനൊരു വിദ്വേഷമുണ്ടാകൂല, ഒരാളോടും അവനൊരു നഞ്ചുകാരലുണ്ടാകൂല, ഒരരിശമുണ്ടാകൂല. ജിബ്രീൽ അലൈഹിസ്സലാം മുസാഫഹത്ത് ചെയ്തതിന്റെ അടയാളമാണ് ഖൽബ് ലോലമായി പോയി. ഇനി അത് മാത്രമല്ല, അവന്റെ കണ്ണുനീര് അധികരിച്ചു പോയി. പിന്നെ ഏത് സമയത്തും സ്വർഗത്തെ ഓർത്ത് കരയുന്നു, മരണത്തെ ചിന്തിച്ച് കരയുന്നു. അതേ ഖബറിൽ ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ടതുണ്ടെന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് കരയുന്നു. എന്റെ റമളാൻ ഞാൻ കുറെ നോമ്പ് നോറ്റു, ശരിയാണ്. തറാവീഹ് പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിച്ചു, ശരിയാണ്. കുറെ ഖുർആൻ അധികരിപ്പിച്ചു, ശരിയാണ്. കുറെ അങ്ങ് സ്വതക്ക അധികരിപ്പിച്ചു, ശരിയാണ്. അതെല്ലാം എന്റെ റബ്ബ് എന്നിൽ നിന്ന് കബൂൽ ചെയ്തിട്ടുണ്ടോ? ഉറപ്പായിട്ടില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ചിട്ട് കണ്ണുനീരധികരിക്കുന്നു.